ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ടല്ല വന്നത്. അഖിൽമാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. തെളിവ് സഹിതം ഇന്ന് അഖിൽമാരാർ വന്നിട്ടുണ്ട്. എന്താണല്ലേ ഇങ്ങനെ ഒരു വലിയ ഷോ നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാണെന്ന് ഇതിനെതിരെ കുറെ പെണ്ണുങ്ങൾ അഖിൽമാരാറിനെതിരെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി തന്നെയല്ലേ അഖിൽമാരാർ പറയുന്നത്? എന്താ അവർ മനസ്സിലാക്കാത്തത്? ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതായത് ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ്. ഏകദേശം ഒരു 6-7 പേരടങ്ങുന്ന ഒരു പാനലാണ്. ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ആ പേര് ഇവന്മാരുടെ ഭാഗത്ത്, കാരണം ഇവർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് 100% ഉറപ്പാണ്. കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് 100% ഉറപ്പാണ്. ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം, ധൈര്യമൊന്നും കാണിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് ഉറപ്പാണ്, അവന്മാർ കാണിച്ചിട്ടുള്ള എല്ലാ നെറുകേടുകളും അവന്മാർക്ക് ഉറപ്പായിട്ടുള്ളിടത്തോളം കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട്, അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും. പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികൾക്കും അറിയത്തില്ല. പക്ഷേ അവരെ 100% അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും. പക്ഷേ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട്. കാരണം ഈ സെലക്ട് ചെയ്യുന്ന ഈ 2 പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഇദ്ദേഹം വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം. പുള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ, ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലനായ അഖിൽമാരാരെ അകത്തേക്ക് കയറ്റിവിടുന്നു, മറ്റൊരു ഹീറോയിനോ ആയി മാറുന്നു. പക്ഷേ ഇവർ ചിന്തിച്ചില്ല നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമ്മളെക്കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്ന് ചർച്ച ചെയ്യുന്ന അഖിലിന് മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മെയിൽ ഷോവിനിസോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് പുരോഗമനവാദികളുടെ തെറിയൊക്കെ കേട്ടുകൊണ്ടൊക്കെ പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ ആ ധാരണയാണ് അവർക്ക് തെറ്റിയത്. എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു. ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാനുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളിതുവരെയും പറഞ്ഞിട്ടില്ല, അതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു, ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല. അവരുടെ തന്നെ വായിൽ നിന്നും, അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികൾ ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിവിൻ്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ച് നിങ്ങളെല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ, നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കടന്നു കൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ? ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോയുടെ ഇടയിൽ വന്ന് സെറീന എന്നെ സപ്പോർട്ട് ചെയ്തു. സെറീന കഴിഞ്ഞ എന്നെ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ സംസാരിച്ചു, ചേട്ടാ അതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നു. സെറീനയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട്. അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നു അവളെന്തോ വിക്ടിമാണെന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളൊക്കെ ഇറക്കിയത് കൊണ്ടൊക്കെയാണ്. പിന്നെ ദിയാസാന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലും കഴിക്കാത്തൊരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം. അവന് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അവനൊരു പ്രണയം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അത് സ്വാഭാവികമല്ല. എത്രയോ ചെറുപ്പക്കാർക്ക് പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ ഒരാളത്ത് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറേ കാലം കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഇതൊക്കെ വളരെ കാഷ്വലി നമ്മളെല്ലാവരും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും. അതിൻ്റെ അർത്ഥം നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, കുറേ ആൾക്കാർക്ക് മുമ്പിൽ നമ്മളെ ഭ്രാന്തനാക്കി കുറേ ആൾക്കാർ ചിത്രീകരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ സിവിൻ്റെ കേസിൽ സംഭവിച്ചത് അവന് കുറേ വിഷമങ്ങൾ വന്നു. വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിലിരുന്നിട്ട് എനിക്ക് ഇറങ്ങി, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് ഹൗസിനകത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇറങ്ങിപ്പോണമെന്ന്. കാരണം എന്താ, കഴിഞ്ഞ ദിവസത്തെ സിവിൻ്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട്
കുറേ വിവരം കെട്ടവന്മാർ വന്നിട്ട് മുണ്ട് പൊക്കി എന്ത് തമാശക്ക് ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് കൈ ഈ ഇത്രയും മാത്രം ഒരു ആംഗിളിൽ ചുമ്മാ ഒരു ആക്ഷൻ കാണിച്ചതിനെ വെച്ചിട്ട് ഏഷ്യാൻ്റെ എഴുതിയ തലക്കെട്ട് എന്താണ്? സെറീനെ മുണ്ട് പൊക്കി കാണിച്ച് അഖിൽമാരാർ. അതായത് എന്ത് തന്തയില്ലായ്മയും അവന്മാർക്ക് ചെയ്യാം. പിന്നീട് അവന്മാർ തന്നെ മാറ്റുകയാണ് ചെയ്തത്. ആ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബിനകത്ത് അവർ എഴുതി വെച്ചിരുന്ന സാധനം പിന്നീട് അവർ തന്നെ തിരുത്തി. അപ്പോൾ ഒരു വ്യക്തികളെ ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെ ഇമ്പോർട്ടേറ്റ് ചെയ്യാം, അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനതയ്ക്കുണ്ട്. എന്താണല്ലേ ബിഗ് ബോസിന്റെ ഉള്ള അവസ്ഥ. അപ്പോൾ 1-2 ആൾ മതിയല്ലോ ഇത്രയും നല്ലൊരു ഷോനെ പറയിപ്പിക്കാൻ. 2 ആളെ തെറ്റ് മതിയല്ലോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.